ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വ്ലോഗിൽ സംസാരിക്കാൻ പോകുന്നത് ഒരു ലളിതവും പ്രധാനവുമായിട്ടുള്ള ഒരു വിഷയമാണ്. വൈ ഷുഡ് വി റെസ്പെക്ട് അവർ എൽഡേഴ്സ്? മൂത്തവരെ എന്തുകൊണ്ട് നാം ബഹുമാനിക്കണം? വേഗത്തിലുള്ള ഈ ലോകത്തിൽ നമ്മുടെ സമയവും മനസ്സും എപ്പോഴും തിരക്കിലാണല്ലേ? എന്നാൽ മൂത്തവർക്ക് വഴിപറ്റാത്ത അനുഭവങ്ങളുണ്ട്. അവരിൽ നിന്ന് നമുക്ക് സൂക്ഷ്മമായി പഠിക്കാം. മൂത്തോരുടെ വാക്കും മുതുനെല്ലിക്കും ആദ്യം കൈക്കും പിന്നെ മതിയിരിക്കും എന്ന പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം മൂത്തവരുടെ വാക്കിന് ആദ്യ ശ്രദ്ധ, പിന്നീട് ഫലം. അവരുടെ കാലത്ത് അസുഖങ്ങളും മാറ്റങ്ങളും നമുക്കിപ്പോഴും ഒരു ഭാഗമില്ലാത്തവരെ പല ഘട്ടങ്ങളുമായതാണ്. അതുകൊണ്ട് അവരുടെ സംവാദം, പിന്തുണ, അനുബന്ധം, അതിൻ്റെ മൂല്യം വളരെയേറെയാണ്. കുടുംബം, സംസ്കാരം, പാരമ്പര്യം ഇങ്ങനെ നമുക്ക് കൈമാറപ്പെടുന്ന വഴികളിൽ മൂത്തവർക്ക് വശമുണ്ട്. അവരെ ആദരിക്കുന്നതിലൂടെ നാം ആ ബന്ധങ്ങളെ കരുത്താക്കിക്കൊണ്ടിരിക്കാം. എന്തൊക്കെയാണ് മൂത്തവരെ ബഹുമാനിച്ചാലുള്ള ഫലങ്ങളും ഗുണങ്ങളും? നമ്മൾ മൂത്തവരെ ആദരിക്കുന്നത് കൊണ്ട് അവർക്ക് തോന്നും എന്താണ്, അവരുടെ അഭിപ്രായങ്ങൾ ഫലപ്രദമാണ്, അല്ലെ നമ്മൾക്ക് അവർക്ക് പ്രത്യേക ഒരു പ്ലേസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാകും. അത് അവരുടെ മനസ്സിന് ആശ്വാസവും സന്തോഷപ്രദവുമാണ്. അതോടൊപ്പം നമുക്ക് പുതിയ തലമുറയ്ക്കും അവരുടെ ചെറിയ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള അവസരമുണ്ട്. ജീവിതത്തിലെ ചെറിയ വലിയ പാഠങ്ങൾ നമുക്ക് നേരിട്ട് നോക്കാനും കൂട്ടുകാരാവാനും സാധിക്കുന്നു. സമൂഹം, കുടുംബം ചെറുതല്ല. ആദരവ്, അതൊക്കെ തുടങ്ങി ഒട്ടുള്ള ബന്ധങ്ങൾക്ക് പൂർണ്ണതയുണ്ട്. നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ കുടുംബ സൗഹൃദം, പരസ്പര സഹായം, മനസ്സ് ഭാരം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ വളരെയേറെയാണ്. നാം വീടെന്നാലും സ്കൂളിലുമെല്ലാം മൂത്തവരെ കേൾക്കുക എന്ന ഒരു രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു നല്ല മനുഷ്യനാകുവാൻ സാധ്യത കൂടുന്നു. കരുണയോടും ശ്രദ്ധയോടും കൂടെ നാം ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. മൂത്തവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഇടപെടാതെ അവരുടെ വാക്കുകൾ മനസ്സോടെ നമ്മൾ കേൾക്കണം. ഉചിതമായി നമ്മൾ സംബോധിക്കണം. മലയാളത്തിൽ നിങ്ങൾ, താങ്കൾ ഇതുപോലുള്ള ആദരവുള്ള പദങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെയുള്ള സാമാന്യമായിട്ടുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കാം. സമയം ചെലവഴിക്കണം. മാത്രമല്ല അവരുടെ കഥകൾ കേൾക്കുക, പഴയ ഫോട്ടോസൊക്കെ നോക്കുക, ഒരുമിച്ചിരിക്കുക. ഒന്നുകിൽ ഒരു ചെറിയൊരു യാത്രയോ അവരോടൊരുമിച്ചൊരു ചായയൊക്കെയോ കുടിച്ചാൽ അവർക്ക് വളരെ സന്തോഷമാകും. അവർക്ക് വേണ്ടിയ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. വീട്ടിൽ ചെറിയ വലിയ സഹായം ചെയ്യുക. വീട്, അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആരാധനയോട് ഇടപെടണം. അവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിക്കണം, മനസ്സിലാക്കണം, ഒത്തുചേരണം. ആദരവ് മാത്രം പോരാ, അത് വൃത്തിയാക്കണം, പ്രവൃത്തിയാക്കണം. ഓക്കെ, ഇന്നൊരു ലളിതമായ ഒരു ഇടവേളയിൽ അഭിസന്ധിയില്ലാതെ നോക്കിയിരിക്കുന്നു. എന്തുകൊണ്ട് നാം മൂത്തവരെ ആദരിക്കണം? അവിടുത്തെ ഫലങ്ങൾ എന്തൊക്കെയാണ്? നാം ലളിതമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം? നിങ്ങൾക്ക് ഈ ആശയം ഇഷ്ടമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ നിങ്ങളുടെയൊക്കെ മുത്തച്ഛന്മാരോ അധ്യാപകരോ അവരുടെ നമ്മുടെ ആദരവ് ചെറിയ പ്രകടനമായിരുന്നാലും അതിന് വലിയ മാറ്റം വരുത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. മറ്റൊരു വ്ലോഗിൽ നമ്മൾക്ക് വീണ്ടും കാണാം. ബൈ ബൈ.